ദേശീയപാതയ്ക്ക് കുറുകെയുള്ള പാലം പണി നീളുന്നതിൽ ദുരിതത്തിലാണ് കോഴിക്കോട് വേങ്ങേരിയിലെ ജനങ്ങൾ. ജില്ലാ കളക്ടർ അടക്കമുള്ള അധികൃതർക്ക് പലതവണ പരാതി നൽകി നാട്ടുകാർ. ചെറിയ റോഡിലൂടെ വാഹനങ്ങൾ കടന്നുപോകുമ്പോൾ വൻ ഗതാഗത കുരുക്കാണ്. പാലം നിർമ്മാണ കാലാവധി പലതവണ മാറ്റി. രോഗികളുമായി പോകുന്ന ആംബുലൻസുകൾ ഉൾപ്പെടെ ഗതാഗത കുരുക്കിൽ അകപ്പെടുന്നത് പതിവായിട്ടും നിർമ്മാണ പ്രവൃത്തി ഏറ്റെടുത്തവരുടെയും ഉദ്യോഗസ്ഥരുടെയും അലംഭാവം മൂലം നിർമ്മാണം വൈകുകയാണ്. സ്കൂൾ തുറക്കാനിരിക്കുന്നു. വിദ്യാർത്ഥികളും ഏറെ ദുരിതത്തിലാകും സ്കൂൾ തുറക്കുന്ന വേളയിൽ. ദീപക് മലയമയിലേക്ക് നമ്മൾ പോകുന്നു തത്സമയം. വെരി ഗുഡ് ഈവനിംഗ് ദീപക് മലയമ്മ. പാലം കടക്കാൻ ഇനി എന്ത് ചെയ്യണം ദീപക്? വെരി ഗുഡ് ഈവനിങ് സുജയ. പാലം കടക്കാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ച് ഈ നാട്ടുകാർക്ക് ഒരു ഉത്തരവുമില്ല എന്നുള്ളതാണ് നിലവിലെ സാഹചര്യം. ഞാൻ നിൽക്കുന്നത് ഈ വേങ്ങേരിയിലാണ്, ഈ പറഞ്ഞ പ്രശ്നം ഉള്ള പ്രദേശത്ത്. നമുക്ക് ആ ഒരു ഭാഗത്തെ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ തുടങ്ങാൻ തോന്നുന്നു. കോഴിക്കോട് നിന്ന് നരിക്കുനി ഉൾപ്പെടെയുള്ള മേഖലയിലേക്ക് വരുന്ന ഒരു കാർ വരുന്ന ഭാഗം കണ്ടില്ലേ, അതാണ് ആ റോഡ്. ആ റോഡ് വന്ന് ചേരുന്നത് ഈ ദേശീയപാതയുടെ പ്രവൃത്തി നടക്കുന്ന മുൻപ് ഉണ്ടായിരുന്ന പാതയിലേക്കാണ്. അവിടെ നിന്നും കുറുകെ ആ പാലം കടന്ന് നേരെ നമ്മൾ നിൽക്കുന്ന ഈ ഭാഗത്തേക്കാണ് വാഹനം വരേണ്ടിയിരുന്നത്. പക്ഷേ അക്ഷരാർത്ഥത്തിൽ അത് സംഭവിക്കുന്നില്ല. ഒരു ഭാഗത്ത് മാത്രം പാലത്തിൻ്റെ നിർമ്മാണ പ്രവൃത്തി പ്രാഥമികമായി പൂർത്തിയാക്കിയിട്ടിരിക്കുന്നു. മറുവശത്തേക്ക് കടക്കാൻ വഴിയില്ല എന്നുള്ളതാണ് അവസ്ഥ. ഇനി ഈ വാഹനങ്ങളൊക്കെ കടന്നു പോകേണ്ട വഴി ഏതാണെന്ന് ചോദിച്ചാൽ ഈ കുപ്പിക്കഴുത്ത് പോലെയുള്ള ഈ ഒരു പ്രദേശത്ത് കൂടിയാണ് വാഹനങ്ങൾ കടന്നു പോകേണ്ടത്. അവിടെ നിന്നും വാഹനം വന്നാൽ ഈ വളവിലേക്ക് എത്തിക്കഴിഞ്ഞാൽ മറുവശത്ത് വാഹനം ഉണ്ടോ എന്ന് തിരിച്ചറിയാൻ സാധിക്കില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവിടെ ഒരു മനുഷ്യനെ നമ്മൾ കണ്ടുമുട്ടുന്നത്. രത്നാകരൻ എന്നാണ് ഈ ചേട്ടൻ്റെ പേര്. ഒരാളും ഒരു തുകയും കൊടുക്കാതെ സ്വന്തം താല്പര്യത്തിന് അദ്ദേഹം ഇവിടെ ഇരുന്ന് ട്രാഫിക് നിയന്ത്രിക്കുകയാണ്. അല്ലെങ്കിൽ രണ്ട് വഴിയിലേക്കും വാഹനങ്ങൾ പോയില്ല. ചേട്ടാ, എന്താ ഇവിടുത്തെ അവസ്ഥ? ഒരു കുഴപ്പമില്ല. എന്താ പറയുക, ഞാൻ പറഞ്ഞ ചിലവരനുസരിക്കൂല, ചിലവരനുസരിക്കൂ. ഇവിടെയുള്ള പിന്നെ നാട്ടുകാരുണ്ടല്ലോ, എല്ലാവരും സഹകരിക്കും. ഒരു സഹകരിക്കുന്നതുകൊണ്ടാ ഞാൻ പീഡിയക്കൊലായാല കിടക്കലോ. അപ്പൊ എനിക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇടപെടും. അങ്ങനെ അവരെ ഇടപെടുന്നോണ്ട് ചേട്ടാ ഇങ്ങനെ നിന്ന് നിയന്ത്രിക്കും. അതിനെ കൊണ്ട് യാതൊരു കുഴപ്പമില്ല. എനിക്ക് ഇപ്പൊ വാഹനങ്ങൾ കടന്നു പോകുന്നുണ്ട്. കടന്നു പോകുന്നുണ്ട്. അത് രത്നാകരൻ ചേട്ടനെ ശരിക്കും ഒരു മാതൃകയാണ് കേട്ടോ അദ്ദേഹം. കാരണം അദ്ദേഹത്തെ പോലുള്ള ആള് ഒരു തീരുമാനമെടുത്ത് സ്വമേധയെ എടുത്ത്, അത് എന്തെങ്കിലും ലാഭത്തിന് വേണ്ടിയിട്ടൊന്നും അല്ല. ഇനിയിപ്പം കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ കടന്നു വരുന്ന വാഹനത്തെ അദ്ദേഹം നിയന്ത്രിച്ചു വിടുന്നതുകൊണ്ട് പ്രശ്നങ്ങളില്ലാതെ പോകുന്നു എന്നുള്ളതാണ്. എനിക്കിപ്പം ഇവിടെ കുറച്ച് നാട്ടുകാർ കൂടി ഈ ഒരു ഘട്ടത്തിൽ ചേരുന്നുണ്ട്. അവരോട് തന്നെ നമുക്ക് അവരുടെ പ്രതികരണങ്ങളിലേക്ക് പോകാം. ചേട്ടാ, ഇവിടെ കട നടത്തുന്ന ആളാണല്ലേ. എന്താ ശരിക്കും ഈ ഒരു പ്രശ്നത്തിന് പരിഹാരമാവാത്ത? എന്താ പരിഹാരമാകാത്ത? അവർ പറഞ്ഞ് അവർക്കും ചെയ്യാൻ പറ്റില്ല എന്ന്. 3 മാസമായി പെർമിഷൻ വാങ്ങി അടച്ചതാ. ഇപ്പോൾ 16 മാസമായി. കച്ചവടക്കാരൊക്കെ ഗതികേടാ. കുറേ ആൾ പൂട്ടിപ്പോയി. അതായത് ഒരു വശത്ത് മാത്രമേ പാലുള്ളൂ. അതെ, ഒരു പാലുള്ളൂ. അതിനൊരു ഗുണമില്ല, നടക്കാണല്ലോ. ഇവിടെ കോരപ്പുഴ പാലം തുടങ്ങും പോലും അവിടെ താൽക്കാലിക പാലം ഇട്ട് എടുത്തേക്കുന്നു. അവർ താൽക്കാലിക പാലം ഇവർ ചെയ്തു തരണ്ടേ? എത്ര ആൾ ബസ്സിന് പോകണമെന്ന്, എത്ര യാത്രക്കാരാണ്. കച്ചവടക്കാരത് പോട്ടെ, ഒരു ആംബുലൻസ് വന്നു കഴിഞ്ഞാൽ 1 മണിക്കൂറോടെ കൊടുക്കുക. അത്ര ഭയങ്കര ഒരു പരിഹാരവും ആരും ഉണ്ടാക്കുന്നില്ല. ചേട്ടാ, ഇപ്പോൾ ഓട്ടോ ഡ്രൈവറാണ്. സ്വാഭാവികമായിട്ട് ഇവിടെ നിന്ന് മുൻപ് ടൗണിലേക്കൊക്കെ ഓട്ടോ ഓടിക്കൊണ്ടിരിക്കുന്നതായിരിക്കും. ഇപ്പം എങ്ങനെ പോകണം? ഇവിടുന്ന് ഇതിൽ തന്നെ പോകാൻ പറ്റുള്ളൂ. ബാക്കിയുള്ള ഞങ്ങൾ അവിടെ പാർക്കിംഗ് ഉണ്ടായിരുന്നു. ഇവിടെ ഇത് വന്നോടുകൂടി ആ പാർക്കിംഗ് അവിടെ പാർക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. നിങ്ങൾ കണ്ടില്ല സ്ഥലം. പിന്നെ ഇപ്പോൾ ഇവിടെയാണ് പാർക്ക് ചെയ്യുന്നത്. ഈ പാർക്ക് ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് ഇറങ്ങിക്കുകയാണെങ്കിൽ ഇപ്പം ഞങ്ങൾക്ക് തിരക്കാണ്. ഒരു ജീവി ഇപ്പം അങ്ങോട്ട് വരുന്നില്ല. അപ്പം വളരെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. വളരെ 300-400 രൂപയ്ക്കാണ് ഒരു ദിവസം കിട്ടുന്നത്. അപ്പോൾ ഇതിപ്പോൾ ആവും എന്നൊക്കെ ഞങ്ങളോട് പറഞ്ഞിട്ട് ഇതുവരെ ആയിട്ട് ശരിയായിട്ടില്ല. ഇതിൻ്റെ ഒരു ആഴമൊക്കെ പരിശോധിക്കുകയാണെങ്കിൽ സുജയ, ശരിക്കും നമ്മൾ പേടിച്ചു പോകും. കാരണം ഇവിടെ നിന്ന് അത്രയും അഗാധമായ ഗർത്തമാണുള്ളത്. ഇതിന് തൊട്ടരികിലൂടെ ഒരു വഴി പോലും ഉണ്ട് എന്നുള്ളതാണ് നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത്. കുഞ്ഞു കുട്ടികളെയൊക്കെ കൊണ്ട് ഈ വഴിക്ക് കടന്നു വരുന്ന മനുഷ്യരെയൊക്കെ നമ്മൾ നേരത്തെ കണ്ടു. വിനേഷ്, ആ ഭാഗത്തേക്ക് കൂടി കാണിച്ചാൽ അവിടെ ഒരു റോഡിൻ്റെ ബോർഡ് കാണാം നമുക്ക്. കുറുമിഞ്ഞിയിൽ ഇമ്പിച്ചി റോഡ്, ആ റോഡ് വഴിയൊക്കെ കടന്നു പോകുന്ന ആളുകൾ ഈ ഒരു മണ്ണ് ഇങ്ങനെ ഇടിച്ച് താഴ്ത്തിയിരിക്കുന്ന ഭിത്തിയുടെ തൊട്ട് മുകളിലൂടെയാണ് കടന്നു പോകുന്നത്. അവരെയൊക്കെ സംബന്ധിച്ച് എപ്പോൾ വേണമെങ്കിലും അപകടം സംഭവിക്കുക എന്നുള്ള സാഹചര്യമുണ്ട്. ഒരു ബദൽ സംവിധാനം ഒരുക്കി കൊടുത്തില്ല എന്നുള്ള ആക്ഷേപമാണ് പ്രധാനമായും ഉയരുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിനിപ്പോൾ ഒരുപാട് കുട്ടികളൊക്കെ കടന്നു പോകുന്ന, അല്ലേ, സ്കൂളിലേക്കൊക്കെ ഒരുപാട് കുട്ടികൾ പോകുന്ന വഴിയാണല്ലോ അല്ലേ? ബാലുശ്ശേരി നിന്ന് വണ്ടിയൊക്കെ ഉണ്ടാവില്ലേ? എത്രത്തോളം ബസ്സുകൾ ഈ വഴിക്ക് ദൈനംദിനം പോയിട്ടുണ്ടാവുന്നത്? ഒരു 10-200 ബസ് ഉണ്ടാവില്ലേ? 200 ബാലുശ്ശേരി, പൈപ്പറ, ചെറുകോളം, ചരപ്പുറം എല്ലാം റൂട്ടിലല്ലേ? വേറെ റൂട്ടില്ലല്ലോ ഇതിൽ പോകുന്ന. നിങ്ങളിപ്പം പരാതികൾ കുറേ കൊടുത്തു. ഇനിയിപ്പോൾ CPM-ൻ്റെ പ്രത്യക്ഷ പ്രതിഷേധമുണ്ട്. മറ്റ് പല സംഘടനകളും അത്തരത്തിൽ പ്രതിഷേധത്തിലേക്ക് പോകുന്നു. ഈ പരാതി കൊടുക്കുമ്പോൾ കളക്ടർക്ക് ഉൾപ്പെടെ കൊടുത്തല്ലോ, എന്താ അവർ പറയുന്നത്? അവരൊന്നും പറഞ്ഞാൽ അവിടെ വാങ്ങിച്ച് വെക്കും, പരിഹാരം ഉണ്ടാക്കാമെന്ന് പറയും. അവിടെ വാങ്ങിച്ച് വെക്കും, അത്രേ ഉള്ളൂ.
NSIൻ്റെ ഓഫീസിൽ പോയപ്പോൾ അവർ പറഞ്ഞത് നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെ ഞങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്. ആ വരുന്ന ബസ് ശരിക്കും ഈ വഴിക്ക് പോകേണ്ടതായിരുന്നോ? അതെ അതെ. അവരിപ്പോൾ ഏത് വഴിക്കാണ് കടന്നു പോവുക? അവർ പോയിട്ട് മാളിക്കട വഴിക്ക് തണ്ണിപ്പന്തൽ പോകും. ആ റോഡ് ഇപ്പോൾ പൊളിഞ്ഞിരിക്കുന്നു. അതെ, കിലോമീറ്ററുകൾ താണ്ടിയിട്ട് വേണം പോകാൻ. അത് വേണം. ആ വഴിക്ക് പോകുമ്പോൾ അതിന് ഒരു വശത്ത് പുഴയല്ലേ ഉള്ളത്? ഒരു ബസ് വയലും താവുന്നുണ്ട് റോഡ്. മഴ പെയ്താൽ താവും. പിന്നെ വെള്ളം കയറിയ റോഡ് ബ്ലോക്കാവും. ഇതിപ്പോൾ മഴ പെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇടിയാൻ തന്നെ സാധ്യതയുണ്ട്. അതുണ്ടെങ്കിൽ ഇവിടെ റോഡ് കംപ്ലീറ്റ് ബ്ലോക്ക് ആവും. പിന്നെ ഇപ്പോൾ തൽക്കാലം ഒരാൾ അവിടെ മൂപ്പര ഇഷ്ടപ്രകാരം നിൽക്കുകയാണ്. അപ്പം മൂപ്പർക്ക് ആരെങ്കിലും ഒരു 10 എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിലേ ഉള്ളൂ മൂപ്പർക്ക് കാര്യമുള്ളൂ. കുറെ കൂടി നാട്ടുകാർ നമുക്കപ്പം ആരും ഏൽപ്പിച്ചല്ല. ചേട്ടൻ ഇവിടെ കട നടത്തുന്ന ആളാണല്ലേ? എന്താ അവസ്ഥ? നിങ്ങളുടെ കച്ചവടം ഉണ്ടോ അല്ലെങ്കിൽ അവസ്ഥ മോശമായോ? കച്ചവടം തീരെ ഇല്ല. ഞങ്ങൾ വളരെ ബുദ്ധിമുട്ടിലാണ്. കഷ്ടപ്പെട്ട് ഇങ്ങനെ ഇവിടെ പിടിച്ചിങ്ങനെ നിൽക്കുകയാണ്. എത്ര കാലമായിട്ട് തുറക്കുമെന്ന് പ്രതീക്ഷിച്ചു? അത് 3 മാസം എന്നാണ് അവർ പറഞ്ഞത്. ഇപ്പോൾ 1 കൊല്ലം 1.5 കൊല്ലമായി. ഇതുവരെ ഒന്നുമില്ല. അങ്ങനെ തന്നെ കിടക്കുക. ഞങ്ങൾ കാര്യങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടാണ്. പകുതിയിലധികം കടകൾ പൂട്ടിപ്പോയി. അങ്ങനെ സുജയ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഇപ്പോൾ ഒരു ചേട്ടൻ അതുവഴിക്ക് കടന്നുപോയ ദൃശ്യങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അത്രയും ചെങ്കുത്തായ രീതിയിലാണ് ഈ മണ്ണ് ഇടിച്ച് നീക്കിയിട്ടുള്ളത്. ആ നീക്കിയ പ്രദേശത്തു കൂടി ഇങ്ങനെ കടന്നു പോകേണ്ട അവസ്ഥ, ഒപ്പം തന്നെ വാഹനങ്ങൾക്ക് കടന്നു വരാൻ കഴിയാത്ത അവസ്ഥ, വളരെ ദുരിതപൂർണ്ണമായ സാഹചര്യത്തിലേക്ക് വേങ്ങേരിയിലുള്ള ജനത എത്തിയിട്ടുണ്ട്. ഈ പ്രതിഷേധത്തിൻ്റെയൊക്കെ ബോർഡുകളൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഞാൻ അതുകൂടി കാണിച്ചു തന്നേക്കാം. അങ്ങനെ പ്രതിഷേധത്തിൻ്റെ ബോർഡുകളൊക്കെ നിരവധിയായിട്ട് ഉയരുന്നുണ്ട് എന്നുള്ളതിനപ്പുറത്തേക്ക് പ്രശ്ന പരിഹാരം എവിടെ സാധ്യമാകുന്നു എന്നുള്ള ചോദ്യത്തിന് മാത്രം ഉത്തരമില്ല എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ ഒരു അവസ്ഥയായി നിലനിൽക്കുന്നത്. വാഹനങ്ങൾ ഇവിടെ കാത്തു നിൽക്കേണ്ട സാഹചര്യം. എന്താ ചേട്ടാ പറഞ്ഞേ? ക്ലോസ് ചെയ്തിട്ട് ഷോപ്പുകളതാ അടച്ചു പോയതാണ്. അതൊക്കെ അടച്ചു പോയതാ. പണ്ട് പ്രവർത്തിക്കുന്ന വഴി അതാ ഇവിടെതാ. ചേട്ടൻ ഇവിടെ നാട്ടുകാരനാണ്. എന്താ അവസ്ഥ നിങ്ങളുടെ? കച്ചവടക്കാരത്തിന് ആവശ്യം റോഡ് റെഡിയാവാ. റോഡ് റെഡിയാവാ. മൊത്തം അവസ്ഥയാണ്. മൊത്തം അവസ്ഥ വളരെ മോശമുള്ള അവസ്ഥയാണ്. അപ്പോൾ NH66 അത് കൃത്യമായി ഈ വഴിയിലൂടെ ഈ ഭാഗം അത് പാലം പണി ഒന്ന് പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ, വേങ്ങേരി ബൈപ്പാസിലെ ഈ പാലം പണി ഒന്ന് തീർത്ത് ഈ റോഡൊന്ന് നന്നാക്കി തന്നു കഴിഞ്ഞാൽ ബാലുശ്ശേരിക്ക് പോകാമായിരുന്നു എന്ന രീതിയിൽ ആളുകൾ പറയുന്നത് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ ദേശീയപാത അധികൃതർക്കെതിരെ സമരത്തിന്, ഓഫീസ് ഉപരോധത്തിനൊക്കെ CPIM ഈ 21-ാം തീയതി നീങ്ങാൻ പോവുകയാണ്. എന്താണ് ഈ ദേശീയപാത അതോറിറ്റിയുടെ ഭാഗത്ത് നിന്ന്, ഈ കരാർ എടുത്തിരിക്കുന്ന ആളുകളുടെ, കരാറുകാരുടെ ഭാഗത്തു നിന്നൊക്കെയുള്ള ഒരു പ്രതികരണം എന്താണ്? മഴ എത്താറായി. മഴ ഒരുപക്ഷെ മെയ് അവസാന വാരം എത്തും. അപ്പോൾ കുറച്ച് ദിവസങ്ങൾ മാത്രമേ മുന്നിലുള്ളൂ. അല്ല, ഇതിൽ ഒരു ജപ്പാൻ കുടിവെള്ള പദ്ധതിയുമായി ബന്ധപ്പെട്ട പൈപ്പിടൽ നടപടികൾ പൂർത്തിയാക്കാനുണ്ട് എന്നുള്ളതായിരുന്നു ആദ്യഘട്ടത്തിലുള്ള ഒരു കാര്യമായി അവർ പറഞ്ഞിരുന്നത്. പക്ഷേ അതിനുവേണ്ടിയുള്ള പൈപ്പ് ഒരു വശത്ത് കൊണ്ടുവന്ന് ഇറക്കിയിട്ടുണ്ട്. അത് ഇടുന്ന കാര്യത്തിൽ എന്താണ് ബുദ്ധിമുട്ട് എന്നുള്ളത് സംബന്ധിച്ച് ഒരു വ്യക്തത ഈ സമയം വരെ ഇല്ല എന്നുള്ളതാണ്. അതിനപ്പുറത്തേക്ക് ഏതെങ്കിലും തരത്തിൽ NHAയുടെ ഭാഗത്ത് നിന്ന് കൃത്യമായ മറുപടികൾ, അവിടെ ദൃശ്യങ്ങളിലേക്ക് ഒന്ന് പോകാം. ആ പൈപ്പൊക്കെ ഇറക്കിയിട്ടിട്ട് കാലങ്ങളായി, അതുപോലും തുരുമ്പിടിച്ച് തുടങ്ങുന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. പിന്നെ എന്തുകൊണ്ട് ഈ പ്രശ്നപരിഹാരം സാധ്യമാക്കുന്നില്ല? നേരത്തെ ഒരു ചേട്ടൻ അവിടെ സൂചിപ്പിച്ചല്ലോ, നേരത്തെ പലയിടങ്ങളിലും ഇത്തരത്തിൽ പാലം പണി നടക്കുമ്പോൾ അതിനൊരു ബദൽ സംവിധാനം ഏർപ്പെടുത്താറുണ്ട്. അത്രയേറെ മനുഷ്യരെ ബാധിക്കുന്ന ഒരു വിഷയം എന്നുള്ള നിലയ്ക്ക് ആ ബദൽ സംവിധാനം ഏർപ്പെടുത്താറുണ്ട്. പക്ഷേ ഇവിടേക്ക് വരുമ്പോൾ, വേങ്ങേരിയിലേക്ക് വരുമ്പോൾ ആ ബദൽ സംവിധാനം ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. ആംബുലൻസ് കടന്നു വരുന്നുണ്ട്. ആംബുലൻസ് വരുന്ന ഘട്ടത്തിലൊക്കെ നേരത്തെ തുടക്കത്തിൽ നമ്മൾ കാണിച്ച രത്നാകരൻ ചേട്ടൻ കൈവീശി കാണിച്ച് കൊടുക്കുന്ന സിഗ്നൽ പ്രകാരമാണ് വാഹനങ്ങൾ കടന്നു പോകുന്നത്. അതിനപ്പുറത്തേക്ക് മറ്റ് ക്രമീകരണങ്ങളൊന്നും തന്നെ ഏർപ്പെടുത്തിയില്ല. ഈ റോഡ് മുറിച്ച് കടക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകുന്നു. തീർച്ചയായും ഒറ്റ നോട്ടത്തിൽ തന്നെ അവിടെ ഒരു ബുദ്ധിമുട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന സാഹചര്യമാണ്. ഇതിൽ നമ്മുടെ ബന്ധപ്പെട്ട വകുപ്പുകൾ, അതിപ്പോൾ സംസ്ഥാനത്ത് നിന്നായാലും മന്ത്രിക്കൊക്കെ ഇടപെടേണ്ട വിഷയമാണ്. നന്നായി കിടക്കുന്ന ദേശീയപാതയുടെ ആകാശ ദൃശ്യങ്ങൾ പങ്കുവയ്ക്കുന്നതിനൊപ്പം തന്നെ മോശമായി കിടക്കുന്ന, ഉടൻ പണി പൂർത്തിയാക്കേണ്ട ഇടങ്ങൾ അതുകൂടി അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തി ഇതിനൊരു പ്രശ്നപരിഹാരം ഉണ്ടാക്കുന്നതിനായി നമുക്കും ഇടപെടാം. കാരണം അത് അവിടെയുള്ള ആളുകളുടെ, അതുവഴി കടന്നു പോകുന്ന ആളുകളുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ആവശ്യമാണ് ദീപക് മലയമ്മ ഇപ്പോൾ ചൂണ്ടിക്കാട്ടിയത്. താങ്ക് യു ദീപക് മലയമ്മ. ലോക്കൽ ഫോക്കസിൽ നമ്മൾ കണ്ട ആ പാലം പണി പൂർത്തിയാകേണ്ടതുണ്ട്. അതിനായുള്ള ഇടപെടൽ നമ്മൾ തുടരും.